അലീനയുടെ സ്നേഹത്തിലും പരിചരണത്തിലും രോഹിക്ക് ഭയങ്കര മാറ്റമാണ് കേട്ടോ ഉണ്ടായത്. രോഹി അങ്ങനെ ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി. അവന് മെല്ലെ മെല്ലെ നല്ല മാറ്റമായി തുടങ്ങിയിട്ടുണ്ട്. പനിയൊക്കെ ഏതാണ്ട് കുറഞ്ഞു തുടങ്ങി കേട്ടോ. ഈ ഒരു സന്തോഷ വാർത്ത കാണിക്കാൻ നമ്മുടെ കൃഷ്ണമോളാണെങ്കിലോ അച്ഛനെയും കൂട്ടി വരുന്നുണ്ട്. തൻ്റെ 4 മക്കളും ഒരുമിച്ചിരിക്കുന്നത് കണ്ട് പാവം നമ്മുടെ ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവാണ്. ഇപ്പോൾ ബബിതയും കൂടി അവരുടെ കൂടെ കൂടിയല്ലോ, അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ് കേട്ടോ ഇപ്പൊ ബാലേന്ദ്രൻ. എന്നാൽ ആ വീട്ടിനകത്ത് താൻ ഒറ്റപ്പെട്ടു പോയതുപോലെ ഫീൽ ചെയ്യാണ് വൈജയ്ക്ക്. വൈജയാണെങ്കിലോ ആകെപ്പാടെ ദേഷ്യവും കലിപ്പുമായിട്ട് ആ മുറിയിലൂടെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇതേ സമയത്ത് അലീനയോട് രോഹിത് സംസാരിക്കാനൊക്കെ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോളാണെങ്കിലോ രോഹിത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ രോഹിത്തിന്റെ കയ്യിലേക്ക് തന്റെ ഫോൺ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഏട്ടന് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. ഈ അലീന ചേച്ചിയോട് എന്തിനാ ഇത്രയ്ക്ക് വൈരാഗ്യം? എന്തൊക്കെയാണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും മൂത്ത ചേച്ചിയാ. അച്ഛന് അങ്ങനെ സംഭവിച്ചു പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് അച്ഛന്റെ മകളല്ലേ, നമ്മുടെ കൂടപ്പിറപ്പല്ലേ, നമ്മുടെ സ്വന്തം ചോരയല്ലേ എന്ന് ചോദിക്കാണ്. ഏട്ടൻ ദാ ഇത് നോക്ക് എന്നും പറഞ്ഞ് കാണിക്കാണ്. ആ കാഴ്ച കണ്ട് നമ്മുടെ രോഹിയാണെങ്കിലോ ഞെട്ടിപ്പോകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കണ്ണാടിപ്പാറ കോളനിയിലേക്ക് ശരണനെ കാണാനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ അലീന പോകുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ പോയ സമയത്ത് അവിടെ വെച്ച് ആ നാട്ടുകാരെല്ലാം കൂടി അലീനയെ പിടിച്ച് തല്ലുന്നതും അതുപോലെ മണ്ണെണ്ണ ഒഴിക്കുന്നതുമൊക്കെ ആയിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. മനുവിന്റെ കയ്യിൽ നിന്നും അവളത് മേടിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ആ മണ്ണയൊഴിച്ച് കത്തിക്കാൻ പോകുന്ന രംഗവും തീപ്പെട്ടി ഒഴിക്കുന്നതും ഷാജി വന്ന് അവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതും എല്ലാം തന്നെ ആ വീഡിയോയിൽ ക്ലിയറായി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് രോഹി ചോദിക്കാണ്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും അവൾ എന്തിനാ വീണ്ടും അങ്ങോട്ടേക്ക് പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ചേട്ടനെ രക്ഷിക്കാനായിട്ടൊന്നും അല്ല, പക്ഷേ ആ പെൺകുട്ടിക്ക് ധൈര്യം കൊടുക്കാനാ. തകർന്ന് ആത്മഹത്യ ചെയ്യേണ്ട രീതിക്ക് നിൽക്കുമായിരുന്നു ആ പെൺകുട്ടി. ജീവിതമേ പോയി എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയി. ആ ഒരു അവസ്ഥയിൽ കിടന്ന ആ പെൺകുട്ടീനെ എഴുന്നേൽപ്പിച്ച് കൈപിടിച്ച് അവളെ ചേർത്ത് പിടിച്ച് നടത്തി പുറം ലോകത്തേക്ക് എത്തിച്ചു. അങ്ങനെ അവളുടെ മനസ്സിന് നല്ല ധൈര്യം കൊടുത്തു. അങ്ങനെയാ ആ പെൺകുട്ടിക്ക് സത്യം തോന്നാൻ തോന്നിയത്. ആദ്യമായിട്ട് അലീന ചേച്ചിയോട് അമ്പലത്തിൽ വെച്ച ശരണ്യ ഏട്ടന് ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോഴും ഏച്ചി അവരോട് പറഞ്ഞില്ല സത്യം തുറന്ന് അവിടെ പോയി തുറന്നിങ്ങനെ രോഹിത്തിനോട് സംസാരിക്കണമെന്ന്. നിന്റെ മനസാക്ഷിക്ക് എന്താണോ തോന്നുന്നത് നീ അത് പറഞ്ഞാൽ മതിയെന്നാ ചേച്ചി അപ്പോഴും പറഞ്ഞത്. അങ്ങനെയാ ശരണ്യ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുവെന്ന് ശരണ സഹോദരനാണെങ്കിൽ വീട്ടിലൊക്കെ പറഞ്ഞു. ആകെപ്പാടെ വലിയ വിഷയമായി. പാർട്ടിക്കാരും ബാക്കി എല്ലാവരും ഇടഞ്ഞു. അങ്ങനെ വലിയ വിഷയമായിരുന്നു. ആരും തന്നെ ആ കുട്ടിയെ കൊണ്ട് സത്യം പറയിപ്പിക്കില്ലായിരുന്നു. ഇതേ സമയത്ത് തന്നെ ആരും കാണാതെ ശരണ്യ നമ്മുടെ അലീനയെ വിളിച്ചപ്പോഴും നിന്റെ മനസ്സിന് എന്താണോ തോന്നുന്നത് അത് ചെയ്യാനാ പറഞ്ഞത്, അല്ലാതെ രോഹിത്തിന് വേണ്ടി ചേച്ചി സംസാരിച്ചില്ലെന്നുള്ളത് ശരി തന്നെയാ. അങ്ങനെ കോടതിയിലേക്ക് പോയപ്പോഴും ശരണ്യ അലീന ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു. ചേച്ചി കൊടുത്ത ധൈര്യത്തിന്റെ പുറത്താ ആ ശരണ്യ സത്യം പറഞ്ഞത്. ചേച്ചിക്കും അതിൽ വലിയ പങ്കുണ്ട്. അലീന ചേച്ചി അവിടെ പോയില്ലായിരുന്നെങ്കിൽ ആ കുട്ടി മാനസികമായി തളർന്ന് അവിടെ കിടന്നേനെ. ഐഡന്റിഫിക്കേഷൻ പരേഡില് ബാക്കി എല്ലാവരെയും പേടിച്ച് ധൈര്യമില്ലാതെ ചേട്ടന്റെ പേരും കൂടി ചേർത്ത് പറഞ്ഞേനെ. അതാണ് ഒഴിവായി പോയത് എന്ന് പറയാണ്. എങ്കിലും അലച്ചിട്ട് ധൈര്യം ചേട്ടൻ കണ്ടോ? നമ്മൾ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ പോവോ? നമ്മുടെ ജീവനല്ലേ നമ്മൾ നോക്കുള്ളൂ, അല്ലാതെ മറ്റൊരാളുടെ തകർച്ചയിലേക്ക് നോക്കാൻ നമ്മൾ ആരെങ്കിലും ശ്രമിക്കോ? തളർന്നു നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ജീവൻ കളയാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാവോ ഏട്ടാ? അവിടെയാ അലീന ചേച്ചിയുടെ മഹത്വം ഉണ്ടായിരിക്കുന്നത്. ചേട്ടൻ ഇനിയെങ്കിലും വെറുപ്പും ഉദ്ദേശമൊന്നും ചേച്ചിയുടെ കാണിക്കല്ലേ. ചേച്ചി പാവവാ, നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ ജയിലിലും അച്ഛൻ ഹോസ്പിറ്റലിലും അമ്മയെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് എന്നെയും ബബിതേച്ചിയൊക്കെ പൊന്നുപോലെ നോക്കിയത് ചേച്ചിയാ. ഈ വീട് നേരെ കല്ലേറൊക്കെ ഉണ്ടായി. അപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യവും നൽകി ഞങ്ങളെ പൊന്നുപോലെ ചേച്ചി നോക്കി. ചേട്ടൻ അറിയോ എന്ന് ചോദിക്കാണ്. ചേച്ചി ശരിക്കും എന്ത് തെറ്റാ ചെയ്തത്? ഇത്രയും വർഷം 23 വർഷം അച്ഛനാരാ അമ്മ ആരാണെന്നൊന്നും അറിയാതെ
ആ അനാഥാലയത്തിൽ ജീവിക്കല്ലായിരുന്നോ? സ്വന്തം അച്ഛനൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയും സ്വത്തും പണവും എല്ലാം ഉണ്ടായിട്ടും ഒരു അനാഥക്കുട്ടിയുടെ കഴിയല്ലായിരുന്നോ? ഇപ്പോഴല്ലേ സത്യമെല്ലാം മനസ്സിലാക്കി അച്ഛനെയും അമ്മയൊക്കെ കാണണമെന്ന് പറഞ്ഞു വന്നത്. ആ സമയത്ത് നമ്മളെല്ലാവരും കൂടി ആ പാവത്തിനിട്ട് ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യട്ടാ? ഇപ്പോൾ തന്നെ ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയെ പോലെ ചേച്ചി എന്തൊക്കെ ജോലിയാ ഇവിടെ വേണ്ടി ചെയ്യുന്നത്? നമ്മളെല്ലാവരും പൊന്നുപോലെ നോക്കുന്നില്ലേ? പിന്നെ എന്തിനേട്ടാ ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഏട്ടനെ ആലോചിച്ച് നോക്ക്. ഒരു തവണ ചേച്ചി ഉപദ്രവിക്കാൻ നോക്കിയതല്ലേ, എന്നിട്ട് പോലും ചേച്ചി അതെല്ലാം ക്ഷമിച്ചില്ലേ എന്ന് ചോദിക്കാണ്. ഇനിയൊക്കെ ഏട്ടന് ഇഷ്ടം പോലെ. ചേച്ചി തയ്യാറായിപ്പോഴും DNA ടെസ്റ്റ് എടുത്ത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കാൻ. അത് വേണമെങ്കിൽ അങ്ങനെ പറ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് അവിടുന്ന് പോണുണ്ട്. ഇതേ സമയം ആ ഒരു കാഴ്ചയൊക്കെ കണ്ട കാര്യങ്ങളെല്ലാം അവൻ ഓർത്തു നോക്കാണ്. പണ്ട് അലീനയോട് ക്രൂരമായി പെരുമാറിയതും ഹരിയുടെ കൂടെ കൂട്ടുകൂടരുത്, നാഴ്സിലേക്ക് കൊണ്ടുപോകുമെന്ന് വാൺ ചെയ്ത കാര്യങ്ങളും അതുപോലെ സ്നേഹത്തോടെ പെരുമാറിയതും തന്നെ ഈ കേസിൽ നിന്ന് ഊരി രക്ഷപ്പെടുത്താൻ സഹായിച്ചതും എല്ലാ കാര്യങ്ങളും അവൻ്റെ മനസ്സിലേക്ക് പാഞ്ഞു വരുന്നുണ്ട്. താൻ ഛർദ്ദിച്ചതുപോലും കാര്യമാക്കാതെ അതെല്ലാം ക്ലീൻ ചെയ്തതും തന്നെ കൊണ്ടുപോയി ഒരു മടിയും കൂടാതെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് തന്നെ ശുശ്രൂഷിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൻ്റെ മനസ്സിലേക്ക് പാഞ്ഞു വരികയാണ്. അങ്ങനെ അലീനയോട് പതിയെ പതിയെ അവന് സ്നേഹം തോന്നി തുടങ്ങുന്നുണ്ട്. തൻ്റെ ചേച്ചിയാണെന്നുള്ള ഒരു ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങാണ്. അങ്ങനെ ആള് കുറച്ച് ഉഷാറാവുന്നുണ്ട്. സ്വന്തമായി തന്നെ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നന്നായിട്ട് കട്ടിലൊന്നിരിക്കാണ്. അലീന ചോറും കൊണ്ട് വരുമ്പം, ആഹാ കൊള്ളാലോ, നീ ആളാകെ സ്മാർട്ടായല്ലോ, കുളിയൊക്കെ കഴിഞ്ഞോ? ആ കുളിച്ചു എന്ന് പറയാണ്. അപ്പോൾ പനി വിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവൻ്റെ നെറ്റിയിലും കഴുത്തിലും തൊട്ട് നോക്കാണ്. അപ്പോൾ പനി ഒട്ടും ഇല്ല കേട്ടോ. ആഹാ നന്നായി കുറഞ്ഞല്ലോ, തെർമോമീറ്റർ വെച്ച് നോക്കണോ? ഓ വേണ്ടല്ലേ, നന്നായി കുറവുണ്ടല്ലോ. എങ്കിലും ഗുളിക 2 ദിവസത്തിനുണ്ട്, അത് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ദേ ഭക്ഷണം വെക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് നീങ്ങിയിരിക്കെ, ഞാൻ വാരിത്തരാം. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ വാരി കഴിച്ചോളാം. അത് സാരമില്ല, വേണ്ടെന്നേ, ഞാൻ കഴിച്ചോളാം, ഇനി തന്നാ മതി എന്ന് പറയാണ്. അങ്ങനെ രോഹി ആഹാരം കഴിക്കുന്നതുകൊണ്ട് അലീനയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. ഒരുപാട് ദിവസം കൂടിയാണ് ആഹാരം രോഹിത് ഇങ്ങനെ നന്നായി കഴിക്കുന്നത്. അതിനുശേഷം അലീനയോട് പോയിക്കൊള്ളാൻ പറയാണ്. അത് സാരമില്ല, നീ കഴിക്കുന്നതിന് വരെ ഞാനിവിടെ ഇരിക്കാം. വേണ്ട, ഈ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യുന്നത് അലീന ചേച്ചിയല്ലേ, അതുകൊണ്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അവൻ്റെ അലീന ചേച്ചിൻ്റെ വിളി കേൾക്കുമ്പം അവൾക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. നീ ഇപ്പം എന്താ വിളിച്ചേ? ഒന്നുമില്ല എന്ന് പറയുമ്പം എങ്കിലും ഒന്നുകൂടെ വിളിച്ചേ, അത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. എൻ്റെ അനിയൻ കുട്ടൻ എന്നെ അലീന ചേച്ചിന്ന് വിളിച്ചല്ലോ, അത് കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമെന്നറിയോ എന്ന് ചോദിക്കുകയാണ്. അലീന ചേച്ചി പോയിക്കോ, ഞാൻ വിളിച്ചോളാം എന്ന് പറയുമ്പം അലീന അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതെല്ലാം മാറിയെന്ന് വൈജ കേൾക്കാണ്. ശരിക്കും രോഹിത്തും ഇപ്പോൾ അവളെ ചേച്ചിയായി സ്വീകരിച്ചു കഴിഞ്ഞു. ബബിത ഇപ്പോൾ അവളെ ചേച്ചിയാ വിളിക്കണേ. കൃഷ്ണമോൾ ഓൾറെഡി തന്നെ അലീനനെ ഇഷ്ടമാണല്ലോ, അങ്ങനെ തൻ്റെ മക്കളെല്ലാം തന്നിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് എന്ന് വൈജ ചിന്തിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് അകത്തേക്ക് കയറി വന്നിട്ട് വൈജ ചോദിക്കുന്നുണ്ട്, ആഹാരമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ വലിയ രുചിയൊന്നും തോന്നിക്കുന്നില്ലമ്മേ, നല്ല പനിയല്ലായിരുന്നോ, അതുകൊണ്ടായിരിക്കും. മരുന്നിൻ്റെയൊക്കെ ചൊവയാണ് വായിക്കാത്തത്, എങ്കിലും അവൾ കൊണ്ടുവന്ന് വിളമ്പി തരുമ്പോൾ നല്ല രുചി തോന്നിക്കുമല്ലോ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ ഉദ്ദേശിച്ചെന്ന് നിനക്ക് മനസ്സിലായില്ലേടാ? അവളോട് നിനക്ക് ഭയങ്കര വെറുപ്പായിരുന്നല്ലോ, പിന്നെ എവിടുന്ന് പൊട്ടി മുളച്ചു ഇപ്പൊ പെങ്ങൾ സ്നേഹം? നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഹാലിന് ചേച്ചി പോലും. എന്താണ് നിന്റെയൊക്കെ ഉദ്ദേശം? 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ വീടെടുത്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ 3 പേരും പോവാ, നീയും ഞാനും ഭവിതയും. മനസ്സിലായല്ലോ? അമ്മേ, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. എങ്ങോട്ടും ഇല്ലെന്നോ? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങോട്ടും ഇല്ല, അതിനർത്ഥം അത്രേ ഉള്ളൂ. അതിന് സ്പെഷ്യലായിട്ട് വേറെ അർത്ഥമൊന്നുമില്ല. ഞാൻ ഇവിടെ നിന്നോളാം. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? നീ ആദ്യമൊക്കെ അങ്ങനെ അല്ലായിരുന്നല്ലോ. നീ ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞൊക്കെ നിൽക്കുമായിരുന്നല്ലോ. അവിടെ വന്നാൽ പിന്നെ നിനക്ക് ഫുൾ ഫ്രീഡം ആയിരിക്കും. ബബിതയ്ക്കും അതുപോലെ തന്നെ. അല്ലാതെ ഇവിടുത്തെ പോലെ ആരും കെട്ടിപ്പൊട്ടി ഇടുകയൊന്നുമില്ല. ഇവിടെ ആരും എന്നെ കെട്ടിപ്പൂട്ടി ഇട്ടിട്ടില്ല. അച്ഛൻ ചെയ്യുന്നതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. പിന്നെ അലീനയുടെ കാര്യമാണ് അമ്മ പറയുന്നതെങ്കിലേ, ആ അച്ഛൻ്റെ മകളല്ലേ, ഇപ്പം ചേച്ചിയായിട്ട് അവരെ ഞാനും അംഗീകരിച്ചു കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അപ്പം ഞാൻ മാത്രം ഒറ്റയോ? നിങ്ങൾ മക്കൾ 2 പേരും മാത്രമേ എനിക്ക് സപ്പോർട്ടുള്ളായിരുന്നു. എൻ്റെ ആങ്ങളമാരും എൻ്റെ ഭർത്താവും എൻ്റെ ഒരു മോളും എല്ലാവരും അവളോടായിരുന്നു സ്നേഹം കൂറുമൊക്കെ. അതെല്ലാം മാറി
ഇപ്പോ എല്ലാവരും അവളുടെ കൂടെയായല്ലേ, ഞാനപ്പോ ഒറ്റയായല്ലേ എന്ന് ചോദിക്കാണ്. അമ്മ ഒറ്റയായെങ്കിൽ അതിന് കാരണക്കാരി അമ്മ മാത്ര. അമ്മയ്ക്കറിയാലോ അലിൻ ചേച്ചി അച്ഛൻ്റെ മകളാണെന്ന്. പിന്നെ എന്തിനാ വെറുതെ വാശിയും വൈരാഗ്യമൊക്കെ വെക്കുന്നത്? 10-23 വർഷം മുമ്പുള്ള സംഭവങ്ങളല്ലേ, അച്ഛൻ അവരെ സംഭവിച്ചു പോയതാണെന്നും പറഞ്ഞതല്ലേ. അങ്ങനെ ഒരു മകളുണ്ടെന്ന് പോലും അച്ഛൻ അറിഞ്ഞില്ലല്ലോ. എല്ലാം അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചാൽ പോരെ? ഞങ്ങളിപ്പം 3 മക്കളായില്ലേ, പെൺകുട്ടികളെ കെട്ടിക്കാറായി, എനിക്കും ഇത്രയും പ്രായമായി. അങ്ങനെയുള്ളപ്പോൾ അമ്മയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ? ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും. അച്ഛനങ്ങനെ അമ്മയോട് വേറെ രീതിക്ക് മോശമായിട്ടൊന്നും പെരുമാറുന്നില്ലല്ലോ. പിന്നെ എന്താ അമ്മയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താല്? മതിടാ മതി, എല്ലാം എനിക്ക് മനസ്സിലായടാ, എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും കൂടി എന്നെ ഒഴിവാക്കുകയാണല്ലേ, എനിക്ക് മനസ്സിലായടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങിപ്പോവാണ്. അടുക്കള ചെന്ന് നിന്ന് അലീന പൊട്ടിക്കരയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന് കൃഷ്ണമുള്ള ചോദിക്കുകയാണ്, അലീന ചേച്ചി എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുമ്പോഴേക്കും അലീന കൃഷ്ണമുള്ള കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ കാര്യം? അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം, ഇല്ല മോളെ, ഞാനിന്ന് രോഹിക്ക് ആഹാരം കൊണ്ട് കൊടുത്തപ്പോൾ അവനത് മേടിച്ച് വയറ് നിറച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ വാരി കൊടുത്തപ്പോൾ വേണ്ട, ഞാൻ തനിയെ കഴിച്ചോളാം, അല്ല ചേച്ചിക്ക് ഇവിടെ ഒരുപാട് ജോലിയില്ലേ, പോയിക്കോളാൻ പറഞ്ഞോ. ചേച്ചിന്ന് വിളിച്ചോ? അതേ മോളെ, അയൻ ചേച്ചിന്ന് തന്നെ വിളിച്ചത്. ഒന്നുകൂടി കേൾക്കാൻ കൊതിയാന്ന് പറഞ്ഞപ്പം അവൻ ഒന്നുകൂടി വിളിച്ചു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു മോളെ, എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ഇതേ സങ്കടക്കണ്ണീരല്ല, ആനന്ദ കണ്ണീരാ. എൻ്റെ ആങ്ങളെയും എൻ്റെ സഹോദരിയും എന്നെ സ്വീകരിച്ചല്ലോ. ബബിത ഇപ്പോൾ ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എന്നെ സ്വീകരിച്ചു. അവനും അങ്ങനെ തന്നെ. അതോർക്കുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അത് മാത്രമല്ല, രോഹിയുടെ പനിക്ക് നല്ല ആശ്വാസമുണ്ട്. അവൻ എഴുന്നേറ്റിരുന്ന് കഴിക്കാനും തുടങ്ങിയെന്ന് പറയാണ്. വൈജ മനസ്സിലോർക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അലീനയോടുള്ള രോഹിയുടെയും ബബിതയുടെയും ആ വിശ്വാസം തകർക്കണം, എല്ലാവർക്കും അവളോടുള്ള സ്നേഹം മാറണം എന്നൊക്കെ കരുതുകയാണ്. അങ്ങനെ ഇരുന്നുകൊണ്ട് കമലിനെ വിളിക്കുകയാണ് വൈജ. എന്നിട്ട് കമലയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആഹാ, അത് കൊള്ളാലോ. കഴിഞ്ഞ തവണ തന്നെ അവളെ ഇറക്കി വിടാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് രോഹിയും ബബിതയാണല്ലോ. എന്നിട്ടിപ്പോൾ അവർ രണ്ടിനും തന്നെ കൂറ് മാറിയോ? പിന്നല്ലാണ്ട് അവൾ കാണിക്കുന്ന പ്രകടനമൊക്കെ നീ ഒന്ന് കാണണം. രോഹി അവള് എടുത്തോളം നടക്കുന്നത് പോലെയാ ഓരോ കാപ്രായം കാണിക്കുന്നത്. അത് മാത്രമല്ല, ബബിതയെ പോലും അവൾ മാറ്റിക്കളഞ്ഞു. അതാ എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ പൊന്നു ബൈജെ, ഞാൻ പറഞ്ഞില്ലേ, ഇവളെ പറഞ്ഞു മയക്കാനും കൈവശം കൊടുക്കാനൊക്കെ മിടിക്കുക. അല്ലെ പിന്നെ ശിവേട്ടനും ഗംഗേട്ടനും രാജേന്ദ്രനും ഒക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിയത്? ഒറ്റ ദിവസം കൊണ്ടല്ലേ എല്ലാവരും അവളുടെ പിന്നാലെ ആയത്. അതാ ഞാൻ പറഞ്ഞത്, അവൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. കമലടുത്തി, എന്തൊക്കെ സംഭവിച്ചാലും അവൾ ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. എന്ത് ചെയ്തിട്ടെങ്കിലും അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. എന്തെങ്കിലും ഒരു ഐഡിയ കമലടുത്തേക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ സ്ഥിരം പല്ലവി തന്നെ. എന്തെങ്കിലും ഒരു മോഷണ ശ്രമം വല്ലതും അവളുടെ മേൽ ഇട്ടു കൊടുത്താലോ? അതൊന്നും വർക്കൗട്ട് ആവില്ല. അത് പിന്നെ ബാലന്തിനും കണ്ടുപിടിക്കും. അത് പിന്നെ വലിയ മോശമാവും. നമുക്ക് തന്നെ ആയിരിക്കും ചീത്തപ്പേര്. ഒന്നുകൂടി അവളുടെ സ്നേഹം കൂടാനേ അത് കാരണമാവുള്ളൂ. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന് കമലെടുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും ഞാനൊന്ന് ആലോചിച്ച് നോക്കാം എന്ന് കമല പറയാണ്. അല്ല, ഇതിപ്പോ ഏത് രീതിക്ക് ആലോചിക്കണം? മക്കള് അവളെ വെറുത്താൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ബാലന്റെ കൂടെ അവള് മകളല്ല വെപ്പാട്ടിയാണെന്ന് നമുക്കങ്ങ് പറഞ്ഞു പരത്തിയാലോ? അത് അവര് ഇനി വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാലേന്ദ്രന്റെ സ്വന്തം മകളാണ് അവളെന്ന് എല്ലാവരും വിശ്വസിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, അവള് പറയുന്നുണ്ട് സംശയമുള്ളവർക്ക് DNA എടുക്കാമെന്ന്. അവൾ അത്രയ്ക്ക് ഉറപ്പ് പറയാ. അങ്ങനെ നോക്കുമ്പോൾ അത് ബാലേന്ദ്രന്റെ മകൾ തന്നെ ആവാനാണ് സാധ്യത. അങ്ങനെയുള്ളപ്പോൾ അവരത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കാണ്. പിന്നിപ്പോ എന്താ വൈജി ചെയ്യാ? എല്ലാം ഇങ്ങനെയുള്ള ഐഡിയ അല്ലേ ഉള്ളൂ. അല്ലാതെ പിന്നെ നമ്മളിപ്പോ ഏതൊരു മാർഗം സ്വീകരിക്കണ്ടേ എന്ന് ചോദിക്കാണ്. അപ്പോൾ വൈജി പറയുന്നുണ്ട്, എനിക്കറിയില്ല ഏട്ടത്തി, എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. അവക്ക് ഒരു അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞാലോ? അവളുടെ അവിഹിതം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവാറുണ്ട്. ആര്? കമലെടുത്തിട്ട് മോൻ, അല്ലാതെ ആരാ? ആ മനു. അവനിപ്പോ അവളുടെ പിന്നാലെയാണല്ലോ. അവളെ ഇപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാ. കൂടെ കുട്ടിയെ കൊള്ളാന്നുണ്ട്. അത് നീ പറഞ്ഞ ശരിയാ. അവള് മതി. സ്വന്തം അനിയൻ ജയിലിൽ കിടന്നിട്ട് പോലും അവന് യാതൊരു വിഷമവും ഇല്ല. ഹരിനെ പോലീസുകാർ കൊണ്ടുവന്നറിഞ്ഞപ്പോഴേ ഇവിടെ എന്തൊരു വെപ്രാളം ബഹളമൊക്കെ ആയിരുന്നു. അത് മാത്രമോ,
എല്ലാ ആഴ്ചയും അവൻ വരും എറണാകുളത്തു നിന്ന് ഈ ആലിയെന്ന് പറഞ്ഞോളെ കാണാനായിട്ട്. അവളെക്കുറിച്ച് ഒരു അക്ഷരം അവൻ മിണ്ടാൻ സമ്മതിക്കില്ലല്ലോ. എല്ലാ ആഴ്ചയും അവളെ കാണാനും പോകും. അവക്ക് ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാവരെയും മയക്കെടുക്കാൻ അവക്ക് എന്തോ ഒരു കഴിവുണ്ട് വൈജയ് എന്ന് പറയാണ്. അവളെ നീ ഒന്ന് സൂക്ഷിച്ചോ, ആ വീട്ടിൽ വെച്ച് തന്നെ നീനെ ചിലപ്പോൾ അവളെ കൊല്ലാനും മടിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ ചേച്ചി, ആ ഒരു ഐഡിയ കൊള്ളാം. എന്നെ അവളെ കൊല്ലാൻ ശ്രമിച്ചെന്ന് വരുത്തി തീർത്താ പിന്നെ എല്ലാവരും എൻ്റെ മക്കള് എൻ്റെ കൂടെ നിൽക്കില്ലേ? അത് ശരിയാ, പക്ഷെ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യും? ഞാനൊന്ന് അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കട്ടെ. എന്തെങ്കിലും വഴി കാണും, അല്ലാതിരിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് വൈജയ് മുറിയിലിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും അലീന നമ്മുടെ രോഹിക്കുള്ള ഫുഡുമായിട്ട് മുകളിലേക്ക് കയറി പോണത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വൈജയ്ക്ക് നല്ല കലിപ്പാവാണ്. കാലി എൻ്റെ മകനെ അവൾ വശീകരിച്ചെടുത്തു, എല്ലാവരെയും അവൾ വശീകരിച്ചു. നീ കണ്ടോടി, നിന്നെ എത്രയും പെട്ടെന്ന് ഞാനിവിടുന്ന് പുറത്താക്കും. വൈജയല്ല, മറിച്ച് നീയാണ് ഇവിടുന്ന് പോകാൻ പോണത് എന്ന് പറയാണ്. അങ്ങനെ വൈജി ആണെങ്കിലോ അവളുടെ പിന്നാലെ തന്നെ ഞൊണ്ടി ഞൊണ്ടി കയറി ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് അവിടെ രോഹിത്താണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ മുടിയൊക്കെ ചീവിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നല്ല എനർജി ആയിട്ട് രോഹി ഇപ്പോൾ പനിയൊക്കെ മാറി നല്ലൊരു ഉഷാറായി. അലീന ചെല്ലുമ്പോൾ കാണുന്നത് നല്ല ഷർട്ടൊക്കെ ഇട്ട് കുളിയെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ ചീവുന്ന രോഹിയാണ്. ആഹാ കൊള്ളാലോ, പനിയൊക്കെ മാറിയല്ലേ, ഇപ്പൊ കാണാൻ എന്തൊരു ഐശ്വര്യാന്ന് നോക്കിയേ. ചടഞ്ഞുകൂടി മുറിയിലിറ ഇരിപ്പിരുന്ന ആളാണോ ഇനി നിന്റെ പുതിയ ജീവിത? നീ ഇനിയിപ്പം പഴയതെല്ലാം മറന്നേക്ക്. ഒരു ദുസ്വപ്നാണെന്ന് കരുതിയാൽ മതി. ഇനി ശരിയിലേക്ക് മാത്രം നടക്കണം എന്ന് പറയാണ്. രോഹിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. ദേ നിനക്കുള്ള അത്താഴം കൊണ്ട് വെച്ചിട്ടുണ്ട്, കഴിക്കണോട്ടോ, ഞാൻ പോവാ എന്ന് പറയുന്നുണ്ട്. ചേച്ചി ഒരു മിനിറ്റ് നിൽക്ക് എന്ന് പറയുമ്പോഴേക്കും ആ വിളി കേട്ടുകൊണ്ട് അലീന ഞെട്ടിത്തിരിഞ്ഞ് നോക്കാണ്. എന്താ നീ വിളിച്ചേ ചേച്ചീന്നോ? അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നിനക്ക് മാത്രമല്ല ബബിതയ്ക്കും നല്ല മാറ്റമുണ്ട്. എന്നെ വിളിപ്പോൾ ചേച്ചിന്നാ വിളിക്കാറ്. അത് മാത്രമല്ല അവളുടെ ഡ്രസ്സ് കൂടി എനിക്കിടാൻ തന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എല്ലാവരും എന്നെ അംഗീകരിച്ചല്ലോ. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ സ്വത്തോ പണമോ ഒന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി. കഴിഞ്ഞ 23 വർഷം ഒരു അനാഥയെ പോലെ ഒരു അനാഥാലയത്തിലല്ലേ ഞാൻ വളർന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ സഹോദരങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടുക, പരിഗണന കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അതൊക്കെ ഇപ്പം ഒരുപാട് കിട്ടും നിങ്ങൾക്ക്. അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. രോഹി പറയാണ്, എൻ്റെ സ്വന്തം ചേച്ചിയെന്നറിയാതെയാ ഞാനെന്ന് ഹരിയുടെ കൂടി ചേച്ചിയോട് തെറ്റ് കാണിച്ചത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അലീന പറയാണ്, നീ അങ്ങനെ പറയരുത്. ഞാനെന്നല്ല ഏതൊരു പെണ്ണാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നീ അങ്ങനെ ഒരിക്കലും കരുതരുത്. ഞാൻ നിന്റെ കൂടപ്പിറപ്പാണെന്ന് അറിഞ്ഞപ്പോഴല്ലേ നിനക്ക് ആ ഒരു കുറ്റബോധം ഉണ്ടായത്. അല്ലെങ്കിലോ നീ ഏതൊരു പെണ്ണിനെ കണ്ടാലും ആ ഒരു കണ്ണോടുകൂടി കാണരുത് നീ. അപ്പോൾ നിന്റെ മനസ്സിലേക്ക് വരേണ്ടത് കൃഷ്ണയുടെയും ബബിതയുടെയൊക്കെ മുഖമായിരിക്കണം. എല്ലാ പെൺകുട്ടികളും സഹോദരങ്ങളാണെന്ന് കരുതണം. അവരോടുള്ള ആ നിന്റെ നോട്ടം പോലും അപ്പോൾ അങ്ങനെ തെറ്റായതാവില്ല എന്ന് പറയാണ്. ഇപ്പോൾ ഹരിയിലുള്ള കൂടെ, അതുകൊണ്ട് നീ നന്നാവും. അവനാ നിന്നെ നശിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി. ഇനി ഒരിക്കലും ഞാൻ ഒരു പെണ്ണിനോടും അങ്ങനൊന്നും ചെയ്യില്ല. ഇത് എനിക്ക് വലിയൊരു പാടായിരുന്നു, അതോടുകൂടി ഞാൻ പഠിച്ചു എന്ന് പറയാണ്. ഇത്രയും മാറ്റം എൻ്റെ അനിയനുണ്ടായല്ലോ, അത് തന്നെ വലിയ കാര്യം. ആ സമയത്ത് ഞാനൊന്ന് ആത്മഹത്യ ചെയ്യാൻ വരെ എനിക്ക് തോന്നിപ്പോയതാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ആ ശരണ്യാണെങ്കിൽ പോലും അവൾ ആത്മഹത്യയുടെ വക്കില അന്ന് നിന്നിരുന്നത്. അന്ന് ഞാൻ പോയി ധൈര്യം കൊടുത്തോണ്ടാ ആ പെൺകുട്ടി വീണ്ടും എഴുന്നേറ്റ് നടന്നത്. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നാ എല്ലാവരും കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പെൺകുട്ടിയോടും ഒരിക്കലും മോശമായിട്ട് പെരുമാറരുത്. അതവർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. ഒരിക്കലും അവരത് സഹിക്കില്ല. ഒരിക്കലും ആ ശാപം നമ്മളെ വിട്ട് പോകത്തുമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. രോഹി പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, ഞാനിപ്പോൾ എല്ലാം തിരിച്ചറിയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്. അന്ന് ഞാൻ എൻ്റെ കൃഷ്ണമോളെയും ബബിതയും പോലെയൊക്കെ കാണുമായിരുന്നു. പക്ഷേ ഹരിയുടെ കൂടി ഏത് പെൺകുട്ടിയെ കണ്ടാലും അതേ കണ്ണുടെ കൂടെ കാണാനാ എനിക്കത് തോന്നിയിരുന്നത്. എന്നോട് ക്ഷമിക്കുക ചേച്ചി എന്ന് പറയുമ്പം, നീ എന്തിനാടാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? നീ എൻ്റെ കുഞ്ഞനിയനല്ലേ, ഞാനതൊക്കെ അന്നേ മറന്നു. പക്ഷേ ഞാനെന്നത് മറന്നുകൊണ്ടാ ഇന്ന് ശരണ്യയ്ക്ക് ഈ ഗതി ഉണ്ടായത്. അന്നേ നിന്റെ അവൻ്റെ പേരിൽ കേസെടുക്കായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പെൺകുട്ടിക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്.
അതെ, അത് ശരിയാ. പക്ഷേ നന്നാവാൻ വേണ്ടി ദൈവം എനിക്കൊരു ചാൻസ് കൂടെ തന്നായിരിക്കും. ഞാനത് ഉപയോഗപ്പെടുത്തിയില്ല, അത്ര ഉള്ള കാര്യം. ഇപ്പോൾ ശരിക്കും അടി എനിക്ക് കിട്ടി. ഇനി ഒരിക്കലും ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന സാരില്ലടാ പോട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്ക് രോഹിത്ത് അലീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അലീന രോഹിത്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് രോഹി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അച്ഛൻ്റെ മകളല്ല എന്നറിഞ്ഞാൽ പോലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ട് ചേച്ചിയെ കണ്ടു കഴിഞ്ഞു. അലീന പറയാണ്, നീ ഒരിക്കലും അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ നിന്റെ ചോര തന്നെയാ. നിനക്ക് വേണമെങ്കിൽ DNA എടുത്ത് നോക്കാം, അപ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടായിരിക്കും കേട്ടോ വൈജ കയറി വരുന്നത്. ഡി എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഇത് കേട്ട് അലീനയും രോഹിയും കൂടി ഞെട്ടിത്തിരിച്ച് നിൽക്കുന്നുണ്ട്. വൈജ റൂമിലേക്ക് സ്പീഡിൽ കയറുകയാണ്. എന്താടി കാണിക്കുന്നത്? എൻ്റെ മോനെ കൂടി നീ വഴി പഴപ്പിക്കുവാണോടി എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ നേർക്ക് കൈയോങ്ങാണ് വൈജ. അടിക്കാനായിട്ട് പോകുമ്പോഴേക്കും ആ കൈക്ക് കയറി തടഞ്ഞു പിടിക്കുന്നുണ്ട് രോഹി. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട്, എന്താടാ നിന്റെ സോക്കേട് ഇതുവരെ മാറിയില്ലേ? ഇതുപോലൊരു വൃത്തികെട്ടവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, നാണം കെട്ടവൻ എന്ന് പറയുമ്പോഴേക്കും ഈ സൗണ്ട് കേട്ടുകൊണ്ട് ബബിതയും അതുപോലെ കൃഷ്ണമോളും ബാലനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും പറഞ്ഞല്ലോ അലീന ഭയങ്കര പുണ്യവതിയാണെന്ന്, അവളെന്താ കാണിച്ചെന്നറിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രോഹി ചോദിക്കുകയാണ്, എന്ത് കാണിച്ചു എന്നാ അമ്മയെ പറയുന്നേ? അച്ഛാ, അലീന ചേച്ചിയോട് ഞാൻ ക്ഷമ ചോദിച്ചു. എനിക്കൊരു തെറ്റെല്ലാം എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല, ചേച്ചിയോട് എനിക്കിപ്പോൾ ഒരു വിരോധവും ഇല്ല. ചേച്ചിയാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്നും എന്നെ ഹെൽപ്പ് ചെയ്തെന്നും ഇപ്പം രണ്ടാമതൊരു പുതിയ ജീവിതം കിട്ടാൻ കാരണക്കാരെന്നും എനിക്കറിയാം. അച്ഛൻ്റെ മകളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ കൂടപ്പിറപ്പാണെന്നും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എൻ്റെ സ്വന്തം ചേച്ചിയോട് ഞാൻ ക്ഷമ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ആദ്യത്തെ വലിയ തെറ്റാണെന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ബബിതയും കൃഷ്ണമോളെയും ഞാൻ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് ഞാനിപ്പം അലീന ചേച്ചിയെ കാണുന്നത്. അതാ അമ്മ ഇത്ര പൊക്കിപ്പിടിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ബാലൻ പറയാണ്, എടാ തിമിരമുള്ളവർക്ക് കാണുന്നതെല്ലാം അങ്ങനെ തോന്നുള്ളൂ. നീ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട. നിന്റെ മനസ്സിപ്പോൾ ശുദ്ധമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ഇപ്പോൾ വലിയൊരു പാഠം പഠിച്ചു. അത് ഉൾക്കൊണ്ട് നീ ഇപ്പോൾ നല്ലവനായിട്ടാണ് ജീവിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഓർത്തറ മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെയാ. അവർ പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ബാക്കി എല്ലാവരും എന്നാ അവരെയൊക്കെ വിചാരം. അതുകൊണ്ട് നീ ഒന്നും കാര്യമാക്കണ്ട എന്ന് പറയാണ്. നീ നിന്റെ ഇഷ്ടം പോലെ ഇനി ജീവിച്ചോ. നീ തെറ്റ് ഇനി ചെയ്യില്ല എന്ന് ഈ അച്ഛനറിയാം. പിന്നെ അലീന, അവളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അവളെ എൻ്റെ മകളാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അവിടുന്ന് താഴേക്ക് പോകുന്നുണ്ട്. വൈജ ഒന്നും മിണ്ടാനാവാതെ നാണം കേട്ട് അവിടെ നിൽക്കാണ്. ഈ സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേറെ ഒരു പണിയുമില്ലേ ഇങ്ങനെ ഒന്ന് നാണം കിടാനായിട്ട്? രോഹിയേട്ടനെ ഇപ്പം അലീന ചേച്ചീനെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് അമ്മയ്ക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. എത്ര തവണ അച്ഛനും അലീന ചേച്ചിയും ഞാനും ഒക്കെ അമ്മയോട് പറഞ്ഞതാ. പിന്നെ അമ്മ എന്താ മനസ്സിലാക്കാതെ? അമ്മയ്ക്ക് എന്താ വേണ്ടത് ശരിക്കും? വെറുതെ ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അമ്മ ഒറ്റ ഉയർത്തിയാ. ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ സമാധാനത്തോടെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്തിനാണ് ഇടയിൽ കയറിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ എന്ന് പറഞ്ഞത് കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ വൈജ. കൃഷ്ണയുടെ വായിന്ന് അങ്ങനെ അങ്ങോട്ട് കേട്ടതോടുകൂടി, അതായത് വൈജ സെപ്പറേറ്റ് ആയിട്ടും ബാക്കി എല്ലാവരും ഒറ്റ കെട്ടാണെന്നുള്ള രീതിക്ക് നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞല്ലോ. അത് കേട്ടവള് തരിച്ചു നിൽക്കുകയാണ്. അലീന പറയുന്നുണ്ട്, മാഡം അവനെ കാണുന്നത് എൻ്റെ സ്വന്തം ആങ്ങളയായിട്ടാ, എൻ്റെ കുഞ്ഞനുജനായിട്ട്. മാഡത്തിൻ്റെ കണ്ണിനാ പ്രശ്നം, കാണുന്നവരുടെ കാഴ്ചയ്ക്കാ പ്രശ്നം, അല്ലാതെ വേറൊന്നുമല്ല. അവനെൻ്റെ കുഞ്ഞനിയനാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. മേഡത്തിന് ഉറപ്പില്ലെങ്കിലേ ഒരു DNA എടുത്ത് നോക്ക്, അപ്പം മനസ്സിലാകും. എല്ലാവർക്കും സ്വന്തം സ്വഭാവമാണെന്ന് കരുതരുത് എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവാണ്. എല്ലാം കേട്ട് സ്വന്തം മക്കളും ഭർത്താവും തനിക്കെതിരെ തിരിഞ്ഞു തോർത്ത് അവൾ ആകെപ്പാടെ ചങ്കുപൊട്ടി വിഷമിച്ച് അവിടെ നിൽക്കാണ്. എന്നിട്ട് ഒന്നും മിണ്ടാതെ താഴേക്ക് വലിഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്നിട്ട് പോലും ആ ശൗര്യത്തിനും ആ ദേഷ്യത്തിനും ആ അഹങ്കാരത്തിനൊന്നും ഓരോ കുറവുമില്ല കേട്ടോ. എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കണം തന്നെ കരുതിക്കൊണ്ട് തന്നെയാണ് ആ സ്റ്റെയർ ഇറങ്ങുമ്പോഴും പോണത്. അവളെ തുറച്ചു നോക്കിക്കൊണ്ട് കൃഷ്ണ പറയാണ്, ചേച്ചി വിഷമിക്കണ്ട. അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ. എന്തൊക്കെ വന്നാലും അമ്മ ഇങ്ങനെ പറയുള്ളൂ. ചേച്ചിയൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ പോകുന്നുണ്ട്. അലീന അങ്ങനെ അവളുടെ മുറിയിലേക്ക് പോവാണേ.
ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹൈപ്പും ലൈക്കും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.